ഇന്നത്തെ ലെക്ചർ ലൈൻ ഇന്റഗ്രൽസ്. ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ലൈൻ ഇന്റഗ്രൽസിനെ പറ്റിയാണ്. നമ്മൾ വെക്റ്റർ ഫീൽഡ്സിന്റെ അല്ലെങ്കിൽ സ്കെയിലാർ ഫീൽഡ്സിന്റെ ഡെറിവേറ്റീവിനെ പറ്റി, ലിമിറ്റിനെ പറ്റി, ഡെറിവേറ്റീവിന്റെ നോഷനുമായി ബന്ധപ്പെട്ട ഗ്രേഡിയന്റിനെ പറ്റി, ഗ്രേഡിയന്റിന്റെ പ്രധാനപ്പെട്ട 2-3 ആപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഈ ലെക്ചറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രൽസിനെ പറ്റിയാണ്. അതായത് ഇന്റഗ്രൽസ് എന്ന് പറയുമ്പോൾ വെക്റ്റർ ഫീൽഡ്സിന്റെയും ഇന്റഗ്രൽസ് നമുക്ക് പറയാം, സ്കെയിലാർ ഫീൽഡിന്റെയും ഇന്റഗ്രൽസ് പറയാം. സ്കെയിലാർ ഫീൽഡിൽ നമ്മളിപ്പോൾ സ്കെയിലാർ ഫംഗ്ഷൻസ് എന്നാണ് തൽക്കാലത്തേക്ക് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സ്കെയിലാർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ ആണ്. സ്കെയിലാർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ എലോങ് എ കർവ്, അതായത് ഒരു സ്കെയിലാർ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഒരു കർവിന്റെ ടേംസിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, സി ഒരു കർവുമാണെങ്കിൽ, നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ എന്ന രീതിയിലാണ് നമുക്ക് ഇന്റഗ്രൽ വേണ്ടത്. അപ്പം ഈ ഇന്റഗ്രൽസിനെയാണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽസ് എന്ന് വിളിക്കുന്നത്, അലോങ് എ കർവിലുള്ള ഇന്റഗ്രൽസ്. അപ്പം ഈ ഇന്റഗ്രൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻഫാക്ട് നമ്മളൊരു പ്രധാനമായിട്ടും 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻ ഇന്റഗ്രൽസ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ആർക്ക് ലെങ്തുമായി ബന്ധപ്പെട്ട ലൈൻ ഇന്റഗ്രൽ. ഓക്കെ, നമ്മൾ ഇപ്പം ഒരു കർവിന്റെ ലെങ്തിന്റെ നൊട്ടേഷൻ ആണ് എസ് എന്ന് പറയുന്നത്. അതായത് ഒരു കർവിന്റെ സി എന്ന് പറയുന്ന ഒരു കർവ് ആണെങ്കിൽ ആ കർവിന്റെ ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ എസ്, അല്ലെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ ടി വരെ, 0 തൊട്ട് ഒറിജിൻ തൊട്ട് ടി വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ എസ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുക എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ലൈൻ ഇന്റഗ്രൽസിനെ വിത്ത് റെസ്പെക്ട് ടു എസ് എന്ന് പറയുന്ന ആർക്ക് ലെങ്തിന്റെ ടേംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടേംസ് നമ്മളിവിടെ എക്സും വൈയും ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ഒക്കെ ടേംസ് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ലൈൻ ഇന്റഗ്രൽസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലൈൻ ഇന്റഗ്രൽസ് ആണ്, ഒരു എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ എന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലൈൻ ഇന്റഗ്രൽസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള ലൈൻ ഇന്റഗ്രൽസ് ഓഫ് എ സ്കെയിലർ ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് പ്രധാനമായിട്ട് പറയുക, അതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മളിവിടെ ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുന്നു, സി എന്ന് പറയുന്ന ഒരു കർവ് എടുക്കുന്നു. ആ സി എന്ന് പറയുന്ന ഒരു കർവിന്റെ പാരാമീറ്ററൈസേഷൻ ആണ് ലെറ്റ്സ് സേ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. അതായത് സി എന്ന് പറഞ്ഞ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ടി ഐ പ്ലസ് വൈ ടി ജെ എന്നുള്ളതാണ്. ഇവിടെ 2 വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ 2 കമ്പോണൻസ് എടുത്തത്. 3 വേരിയബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ആയിരുന്നെങ്കിൽ നമ്മുടെ ആർ ഓഫ് ടി കർവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ടി ഐ പ്ലസ് വൈ ടി ജെ പ്ലസ് എന്താണ് ഇസഡ് ഓഫ് ടി കെ എന്ന രൂപത്തിലായിരിക്കണം അതിന്റെ വാല്യൂസ്. ഓക്കെ, അപ്പൊ ആ വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കേസാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത്തിന്റെ ഡിഫറൻഷ്യലിനെ നമ്മൾ ഡി എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ വി വാണ്ട് ടു ഫൈൻഡ് ഇന്റഗ്രൽ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയ നൊട്ടേഷണൽ കാര്യം പറയുന്നു. നമ്മളിതാണ് നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന്, ഒരു ആർക്ക് സി എന്ന് പറയുന്ന കർവ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഈ സി എന്ന് പറയുന്ന കർവ് ഒരു എക്സ് വൈ പ്ലെയിനിലാണ് എടുക്കുന്നത് എന്നും നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറിയ പോയിന്റ്. ഇത് എസ് പ്ലസ് ഡി എസ് എന്ന് പറയുന്ന പോയിന്റ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് എസ്, അതിനുശേഷമുള്ള ഈ ചെറിയ ലെങ്ത് ആണ് എസ് പ്ലസ് ഡി എസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടത്തെ കറസ്പോണ്ടിങ് ഈ പോയിന്റ് ആണ് എക്സ്. ഇവിടെ ഈ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ പോയിന്റ് ആണ് എക്സ് പ്ലസ് ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ചേഞ്ച് ആണ് വൈ. ഇവിടുത്തെ ഈ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ചേഞ്ചിനെ വൈ പ്ലസ് ഡി വൈ എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ എസ് എന്ന് പറയുന്ന ഇതിന്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സ് പ്ലസ് ഡി എക്സ് വൈ പ്ലസ് എന്താണ് ഡി വൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ലെങ്ത് നമുക്ക് ഡി എസ് ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഇത് വളരെ ഷോർട്ട് ആകുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനോട് ഇക്വലന്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
ഡി വൈയുമാണ്. കാരണം വൈയിൽ നിന്ന് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും ഡി എസ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, ഡി എക്സ് സ്ക്വയർ പ്ലസ് എന്താണ്, ഡി വൈ സ്ക്വയർ ആണ്. സോ ഡി എസ് ഈസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് എന്താണ്, ഡി എക്സ് സ്ക്വയർ പ്ലസ് എന്താണ്, ഡി വൈ സ്ക്വയർ. ഇനി നമ്മൾ എക്സും വൈയും, എക്സ് ഈസ് ഈക്വൽ ടു ഒരു പാരാമെട്രൈസേഷൻ എക്സ് ഓഫ് ടി എന്നും വൈ ഈസ് ഈക്വൽ ടു പാരാമെട്രൈസേഷൻ വൈ ഓഫ് ടി എന്നും എടുക്കുമ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ഓഫ് ഡി ടി ആണ് ഡിഫറൻഷ്യൽ വെച്ചിട്ട്. അപ്പൊ ഡി വൈ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി ടി ഓഫ് ഡി ടി ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഓഫ് ഡി ടി എന്ന് എഴുതാൻ പറ്റും. കാരണം ഇതിന്റെ രണ്ടിൻ്റെയും കൂടുതൽ ഡി ടി ഉണ്ട്, ഡി ടി സ്ക്വയർ വെളിയിൽ എടുക്കുന്നു എന്നുള്ള നോഷനാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ പാരാമെട്രൈസേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ടി എന്ന് പറയുന്ന ഒരു റിയൽ വേരിയബിൾ ആണ്. ടി ഒരു ഇന്റർവെല്ലിലുള്ള ഒരു വേരിയബിൾ ആണ്. ലെറ്റ്സ് കൺസിഡർ ടിയുടെ വാല്യൂ ഒരു എയുടെയും ബിയുടെയും ഇടയ്ക്കാണ്. അപ്പൊ നമ്മുടെ നോഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി എസിന്റെ വാല്യൂ ഇപ്പൊ നമുക്കുണ്ട്. എക്സ് നമ്മൾ എക്സ് ഓഫ് ടി ആയി, വൈ നമ്മൾ വൈ ഓഫ് ടിയുമാക്കി. സോ ദിസ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. ഡി എസിന് പകരം എന്ത് എഴുതാം, റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്താണ്, ഡി ടി എന്ന് വിളിക്കാം. ഇവിടെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്. ടിയുടെ വാല്യൂ വേരിയേഷൻ എന്ന് വെച്ചാൽ എ തൊട്ട് ബി വരെ എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ചെറിയ ചേഞ്ച് വരുത്താം. സോ ദിസ് ബിക്കംസ് ഇന്റഗ്രൽ എ ടു ബി ആണ്. സോ ദിസ് ഈസ് ദ ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ദ ആർക്ക് ലെങ്ത്. അപ്പൊ ആർക്ക് ലെങ്ത് ടേംസിലുള്ള ലൈൻ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് എന്ന് വെച്ചാൽ നമ്മൾ എക്സിനെ എക്സ് ഓഫ് ടി ആയിട്ടും വൈയെ വൈ ഓഫ് ടി ആയിട്ട് പരിഗണിക്കുക. ഡി എസ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ടൈംസ് ഡി ടി ആണ്. അപ്പോൾ അതിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ ഈ ഫോമിലായിരിക്കും വരിക. ഇനി ഇതിനെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ 3 വേരിയബിൾസ് ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ലെറ്റ്സ് സേ എക്സ് ഓഫ് ടി, y is equal to y of t, z is equal to z of t. അപ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ആർ ഓഫ് ടിക്ക് 3 കമ്പോണൻസ് ഉണ്ട്. എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ. ടിയുടെ വാല്യൂ എ തൊട്ട് ബി വരെയാണ്. ഇനി നമുക്ക് അപ്പോൾ ഇവിടുത്തെ ആർക്ക് ലെങ്ത് ഡി എസിനെ നമുക്ക് ഇവിടെ ഒറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ, 2 കമ്പോണൻസിന് പകരം 3 കമ്പോണൻസ് വരും. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ dt the whole square plus dz by dt the whole square dt. ഈ രൂപത്തിലായിരിക്കും വരിക. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്ന് പറയുന്നത് ഇവിടെ ടിയുടെ വാല്യൂ എ തൊട്ട് ബി വരെയാണ്. എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് ഡി എക്സ് ബൈ ഡി ടി the whole square plus dy by dt the whole square plus dz by dt the whole square times dt. ഇതാണ് നമ്മുടെ ലൈൻ ഇന്റഗ്രൽ ഓവർ ആർക്ക് ലെങ്ത് ഓവർ എ കർവ് സി എന്ന് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ നോഷൻ. ലൈൻ ഇന്റഗ്രൽസ് എങ്ങനെയാണ്, ഓവർ ആർക്ക് ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത് ലൈൻ ഇന്റഗ്രൽ over x or y. ഓക്കെ, ലൈൻ ഇന്റഗ്രൽ ഓവർ എക്സ് ഓർ വൈ എന്ന് പറയുമ്പോൾ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെ അതേ നോഷൻ തന്നെയാണ്. ഇവിടെ വൈക്ക് ചേഞ്ച് ഇല്ല, എന്തിനും ചേഞ്ച് ഇല്ല, ഇസഡിന് ചേഞ്ച് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ 2 വേരിയബിൾസിന്റെ കേസിൽ മാത്രം എടുക്കുമ്പോൾ എക്സിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും, വിച്ച് ഈസ് എക്സ് ഡാഷ് ടി ഡി ടി എന്ന് പറയുന്നത് മാത്രമാകും. ഓക്കെ, അതായത് ഡി വൈ ബൈ ഡി ടിക്ക് ചേഞ്ച് ഇല്ല. അപ്പൊ ഡി വൈ ബൈ ഡി ടി 0 ആകും. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ഓഫ് ഡി ടി എന്ന് വെച്ച് വിച്ച് ഈസ് എക്സ് ഡാഷ് ടി ഡി ടി എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ ആർക്ക് ലെങ്ത്തിന്റെ അതേ നോഷൻ തന്നെ, പക്ഷെ ഇവിടെ വൈക്കോ ഇസഡിനോ ചേഞ്ച് ഇല്ല. സോ ഇന്റഗ്രൽ ലെറ്റ്സ് സേ എ ടു ബി
എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി തന്നെയാണ്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു സിയിലായതുകൊണ്ട് കീപ് ദാറ്റ് സി ആസ് വെൽ. ഇന്റഗ്രൽ അപ്പൊ ദിസ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി പാരാമട്രൈസേഷൻ തന്നെ. ഇവിടെ എന്തില്ല, ഇവിടെ എക്സ് ഡാഷ് ടി ഡി ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി വൈ ഡാഷ് ടി ഡി ടി. ഇനി ഇത് 3 വേരിയബിളിന്റെ കേസ് ആണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ലെറ്റ്സ് സേ ഡി ഇസഡ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി ടൈംസ് ഇസഡ് ഡാഷ് ടി ഡി ടി എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇത് തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണെങ്കിൽ എക്സ് ഡാഷ് ടി ഡി ടി എന്നും വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ വൈ ഡാഷ് ടി ഡി ടി എന്ന രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ലൈൻ ഇന്റഗ്രൽ ഓവർ എക്സ് ഓർ വൈ ഓർ ഇസഡ് എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നോഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഈ റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഈ നോഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത്തിന്റെ വാല്യൂ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. സോ ആ നോഷനിലാണ് നമ്മളിത് പ്രധാനമായിട്ടും പറഞ്ഞത്. നമ്മൾ മൂന്നാമത് പറഞ്ഞ ഒരു നോഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഡി എക്സ് പ്ലസ് ലെറ്റ്സ് സേ ജി ഡി വൈ ഓവർ സി എന്നുള്ള നോഷനാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഈ നോഷൻ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വെക്റ്റർ ഫീൽഡിന്റെ സ്കെയിലാർ ഫീൽഡിന്റെ ഇന്റഗ്രൽസ് അല്ല, വെക്റ്റർ ഫീൽഡ്സിന്റെ ഇന്റഗ്രൽസിന്റെ അകത്ത് അടുത്തത് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇപ്പൊ നമ്മൾ സ്കെയിലാർ ഫീൽഡിന്റെ ഇന്റഗ്രൽസ് ആണ്, ലൈൻ ഇന്റഗ്രൽസ് ആണ് പഠിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ പഠിക്കുമ്പോൾ അവിടെ ഇതുപോലെ ഒരു നോഷൻ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞ നോഷനെ ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഇത് വേണ്ടത്. തൊട്ട് മുമ്പത്തെ കേസ് നമ്മൾ എഫ് ഡി എക്സും ജി ഡി വൈയും പറഞ്ഞു. സോ ദിസ് ഈസ് ഇന്റഗ്രൽ ലെറ്റ്സ് സേ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി ഉണ്ടെങ്കിൽ അത് ഇൻറ്റു എക്സ് ഡാഷ് ടി ഡി ടി പ്ലസ് ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി, ഇവിടെ ഡി വൈ ആയതുകൊണ്ട് വൈ ഡാഷ് ടി ഡി ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ നോഷൻ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിന്റെ തിയററ്റിക്കൽ ഡീറ്റെയിൽഡ് ആസ്പെക്റ്റിലേക്ക് പോകുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ നോഷൻ എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത് ഓവർ എ കർവ് ആർ ഓഫ് ടി വിച്ച് ഈസ് ഡിനോട്ടഡ് ഇൻ ടേംസ് ഓഫ് കമ്പോണൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുക, അതിനെ ഈ രൂപത്തിൽ എഴുതുക എന്നുള്ള നോഷൻ മാത്രമേ നമുക്കുള്ളൂ. 2 വേരിയബിൾസിന്റെ കേസിലും 3 വേരിയബിൾസിന്റെ കേസിൽ ഇസഡിന്റെ കമ്പോണൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന്റെ കേസിൽ വൈ ഓഫ് ടിയും ഇസഡ് ഓഫ് ടിയും 0 ആകുമ്പോൾ എക്സിൽ മാത്രമുള്ള ലൈൻ ഇന്റഗ്രൽ കിട്ടും. അതുപോലെ തന്നെ എക്സും ഇസഡും 0 ആകുമ്പോൾ വൈയിൽ മാത്രമുള്ള ലൈൻ ഇന്റഗ്രൽസിന്റെ എക്സ്പ്രഷൻസ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. നൗ വി വിൽ മൂവ് ഓൺ ടു സം പ്രോബ്ലംസ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് ഇസഡ് സ്ക്വയർ ഡി എസ് ഫ്രം 2002 -20 pi along the curve C given by x is equal to 2 cos t, y is equal to 2 sin t, z is equal to t, where the value of t varies from 0 to pi. അപ്പൊ നമുക്കിവിടെ ലൈൻ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് എക്സ് വൈ പ്ലസ് ഇസഡ് സ്ക്വയർ. എക്സ് തന്നിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 2 കോസ് ടി ആണ്, വൈ ഓഫ് ടി എന്ന് പറയുന്നത് 2 സൈൻ ടി ആണ്, ഇസഡ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. ഓക്കെ, ഇനി ഇതിന്റെ എക്സ്പ്രഷൻ ടിയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെയാണ്? 0 ലെസ് ദാൻ ടി ലെസ് ദാൻ പൈ ആണ്. സോ ഇതിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ദിസ് ഈസ് ഇന്റഗ്രൽ 0 to pi. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഉണ്ട്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ
plus dy by dt the whole square plus dz by dt the whole square ടൈംസ് ഡി ടി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡി എക്സ് ബൈ ഡി ടി വേണം, ഡി വൈ ബൈ ഡി ടി വേണം, ഡി സെഡ് ബൈ ഡി ടി വേണം. അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഓഫ് ടി, സോ ഡി എക്സ് ബൈ ഡി ടി, ഓക്കെ, 2 കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -2 സൈൻ ടി ആണ്. ഡി വൈ ബൈ ഡി ടി, dy by dt y of t is equal to sin t. 2 sin t യുടെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 2 cos t ആണ്. ഇനി അടുത്ത dz by dt, z is equal to ആയതുകൊണ്ട് dz by dt is equal to എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. t യുടെ ഡെറിവേറ്റീവ്. സോ റൂട്ട് ഓഫ് dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square is equal to root of എന്താണ്? -2 sin t square plus 2 cos t square plus 1 square ആണ്. സോ റൂട്ട് ഓഫ് 4 sin square t plus 4 cos square t plus 1 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 4 ഇൻറ്റു sin square t plus cos square t plus 1 എന്ന് കിട്ടും. sin square t plus cos square t 1 ആണ്. 4 into 1 is equal to 1. 4 plus 1 is equal to 5. റൂട്ട് ഓഫ് എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. സോ റൂട്ട് ഓഫ് dx by dt the whole square, dy by dt the whole square, dz by dt the whole square നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എഫ് ഓഫ് എന്ത് വേണം? എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി വേണം. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഇസഡ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്താണ്? എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടി പ്ലസ് ഇസഡ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 കോസ് ടി ആണ്. y of t is equal to 2 sin t ആണ്. z of t is equal to t ആണ്. So this is 4 sin t cos t plus t square എന്ന് കിട്ടും. ഇതിൻ്റെ 2 sin t cos t എന്ന് വെച്ചാൽ sin 2t ആണ്. So this is 2 sin 2t plus t square എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. Okay, I believe that is this. Okay, so ഇനി നമുക്ക് എല്ലാ ടേംസുമായി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ടിയുടെ വാല്യൂ 0 തൊട്ട് പൈ വരെയാണ്. സോ നമുക്ക് ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എന്താണ്? 0 ടു പൈ. നമുക്കിവിടെ 2 സൈൻ 2t പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു നമ്മളിത് കണ്ടുപിടിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഈസ് റൂട്ട് 5 ടൈംസ് എന്താണ്? ഡി ടി. സോ നമ്മൾ ഇന്റഗ്രൽ 0 ടു പൈ 2 സൈൻ 2t ഇൻറ്റു റൂട്ട് 5 ഡി ടി പ്ലസ് ഇന്റഗ്രൽ 0 ടു പൈ ടി സ്ക്വയർ ഇൻറ്റു റൂട്ട് 5 ഡി ടി. ഓക്കെ, സോ റൂട്ട് 5 ഇപ്പോൾ 2 റൂട്ട് 5 വെളിയിലെടുക്കുന്നു. സൈൻ 2tയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് cos 2t ഡിവൈഡഡ് ബൈ 2. സോ മൈനസ് cos 2t ഡിവൈഡഡ് ബൈ 2 ആണ്. ലിമിറ്റ് ഫ്രം 0 ടു പൈ കൊടുക്കണം. ഇനി അടുത്തത് ഇവിടെ റൂട്ട് 5 രണ്ടാമത്തെ അകത്ത് വെളിയെടുക്കുന്നു. ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഈസ് ടി ക്യൂബ് ബൈ 3 0 തൊട്ട് പൈ വരെ കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിനെ സൈൻ 2t എന്ന രൂപത്തിൽ എഴുതിയത്. കാരണം ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. സൈൻ ടിക്ക് യു എന്ന് കൊടുത്തിട്ട് ഇത് ഡി യു എന്ന രൂപത്തിൽ എഴുതണം. അതിനെക്കാട്ടിലും നല്ലത് സൈൻ 2t എന്നുള്ള ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, സോ ദിസ് ഈസ് 2 റൂട്ട് 5 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്താണ്? ഓക്കെ, മൈനസ് കോസ് 2 പൈ ബൈ 2 മൈനസും പ്ലസ് കോസ് 0 ബൈ 2. ഓക്കെ, പ്ലസ് ഇവിടെ റൂട്ട് 5 ഇൻറ്റു അപ്പർ ലിമിറ്റ് പൈ ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3 എന്ന്. ഓക്കെ, കോസ് 2 പൈയും
സീറോ ആണ്, കോസ് സീറോയും സീറോ ആണ്, 1 ആണ്, കോസ് 2πയും 1 ആണ്, കോസ് സീറോയും 1 ആണ്. സോ ദിസ് ഈസ് -1/2 + 1/2 വിച്ച് ഈസ് സീറോ. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ 0³ 3 എന്ന് വെച്ചാൽ സീറോ ആണ്. സോ ദ ആൻസർ ഈസ് √5 ഇൻറ്റു π³ 3. സോ ഇതാണ് നമ്മുടെ ലൈൻ ഇന്റഗ്രൽസ് എന്ന് വിളിക്കുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് കൂടെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടൻസ് ആക്കി തരാം. താങ്ക് യു.